രേണു, ഇന്ന് എന്ത് സംഭവിച്ചാലും അതുപോലെ തന്നെ ഈ വർഷം മുഴുവൻ സംഭവിക്കുന്ന പ്രമാണം. അതുകൊണ്ട് അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കേ. അയ്യോ വല്ലതും പറ്റിയോ? വല്ലവനുമല്ല, എന്റെ നെറ്റിക്കാ പറ്റിയത്. മുറിഞ്ഞ ബെസ്റ്റ് കണി. സാർ പാൽ. ഓ, ആ മുടിഞ്ഞ പാൽക്കാരനാ. ഒന്നാം തീയതിയായിട്ട് ആ ശകനം കെട്ടവൻ വീട്ടിനകത്ത് കാലെടുത്ത് വച്ചാലേ മുടിഞ്ഞ്. വേണ്ട വേണ്ട, ഇങ്ങനെ അകത്തോട്ട് വരണ്ട. പാല് പുറത്ത് വെച്ചിരുന്നാ മതി. എന്താ പോട്ടെ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? നീ ഒരു അക്ഷരം മിണ്ടണ്ട. കഴിഞ്ഞ വർഷം ഒന്നാം തീയതിയിലെ ഗുണവിശേഷങ്ങളൊക്കെ അറിയാലോ. ആ വർഷം മുഴുവൻ അനുഭവിച്ച ഞാനാ. എവിടെ കയറി പോന്നു? അകത്തേക്ക്. ആ, നീ നകത്തേക്ക് കയറണ്ട. അല്ലെ, ഈ ഒന്നാം തീയതി വെച്ച് നീ എന്താ കരുതി? ഒന്നാം തീയതി ദൈവമേ, ഒന്നാം തീയതി അല്ലേ? ഒന്നാം തീയതി ഒക്കെ തന്നെ. ഈ ഒന്നാം തീയതി കയറൽ എന്ന് പറയുന്ന ഏർപ്പാട് വീടുകൾക്ക് മാത്രമുള്ളതല്ല, കച്ചവട സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ്. ഒന്നാം തീയതി ആദ്യം കയറുന്നത് ഐശ്വര്യമുള്ള ആളാണെങ്കിൽ ആ വർഷം മുഴുവൻ അതിന്റെ ഗുണം. ഞാൻ കയറാൻ പോയത്. അതുകൊണ്ടാ നീ കയറണ്ടെന്ന് പറഞ്ഞത്. പോയി ഐശ്വര്യമുള്ള ഒരാളെ വിളിച്ചോണ്ട് വാ. ഐശ്വര്യമുള്ള ഒരാളല്ലേ? ഞാൻ ഏറ്റവും മുതലാളി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നേരെ കയറി ചെന്ന് മുതലാളിയോട് കമ്പി ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ ഒരു ഇരുമ്പ് കമ്പി തരൂ എന്ന് പറയണം. ആരാ? കമ്പിയുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഒരു ഇരുമ്പ് കമ്പി തരുവോ? ഏതായിട്ടോ? ഓ, ഏതായാലും കുഴപ്പമില്ല. എന്താവശ്യത്തിനാ? കൊച്ചു കള്ള വിളിച്ചു വരുത്തിയിട്ട് എന്താ ആവശ്യമെന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? അധികം പരിചയമില്ലല്ലേ? അതിന് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ദേ, ഒന്നാം തീയതിയായിട്ട് കുഴപ്പിക്കല്ലേ. എനിക്ക് എന്റെ കാശ് തരണം, അല്ലാതെ ഈ വാസതി പോവില്ല. കാശ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എണീക്കണം, എണീക്കണം, പുറത്തു പോകണം. പോകാനോ? എങ്ങോട്ട്? എന്റെ കാശ് കൊണ്ടുതാ. മേശപ്പുറത്ത് താഴെ ഇറങ്ങാൻ. പിന്നെ നിങ്ങൾ ആരാ? എന്താ എന്താ മുതലാളി? എനിക്കറിയില്ല. രാവിലെ ഓരോന്ന് കയറി വരും മെനക്കെടുത്ത്. അല്ലേ, വിളിച്ചു വരുത്തിയിട്ട് കാശ് തരില്ലെന്ന് പറഞ്ഞത് എവിടെ തന്നെ ആയവാ? നിങ്ങൾ പറ. നിങ്ങൾ ആര് വിളിച്ചു വരുത്തിയെന്നാ? ഇവർ കാള് മാറി പോയിട്ടുണ്ടാവും. ഓ, അതാണോ കാര്യം? മുതലാളിക്ക് ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലേ? എന്ത് ഏർപ്പാട്? ഇവിടെ ഒരു ഏർപ്പാടും ഇല്ല. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സാരമില്ല, കാശ് കൊടുത്തങ്ങ് ഒതുക്കേക്ക് മുതലാളി. അതിന് ഇങ്ങോട്ട് കൊണ്ടുവാ. ഉണ്ട്. 2 രൂപയോ? താൻ വെച്ചോ, ദരിദ്രവാസി. വീട്ടിൽ നല്ലൊരു ഭാര്യയുള്ളപ്പോ എന്തിനാ മുതലാളി?